ഇന്ന് കാലത്ത് ഓർഡിനൻസിന് ബഹുമാനപ്പെട്ട ഗവർണർ ഒപ്പിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ SRO ഇറങ്ങും. അതുകൊണ്ട് തിങ്കളാഴ്ച ഒരു പ്രയാസമില്ലാതെ ശമ്പള വിതരണങ്ങൾ തുടങ്ങും. അതിനുള്ള സോഫ്റ്റ്വെയറൊക്കെ ലഭ്യമായിട്ടുണ്ട്. ഇന്നത്തെ ഈ അടിയന്തര സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു വിവാദമെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇതിനെ ന്യായമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സർക്കാർ വിളിച്ച് ചർച്ച ചെയ്തെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട എല്ലാ ജീവനക്കാരുടെ സംഘടനകളോടും വിളിച്ച് ചർച്ച ചെയ്ത കാര്യമാണ്. അതിനപ്പുറം ഇനി ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം പരസ്യമായിട്ട് നമ്മൾ സാലറി ചലഞ്ചിൻ്റെ വ്യവസ്ഥകൾ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗം ജീവനക്കാരുടെ സംഘടനകൾ അതിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രചാരണത്തിലും എതിർപ്പിലുമാണ്. പ്രതിപക്ഷമാവട്ടെ മുട്ടാപ്പോക്ക് പ്രശ്നങ്ങൾ ഉന്നയിക്കുക. എത്ര പറഞ്ഞാലും നിർബന്ധപൂർവം ഞങ്ങൾ അനുവദിക്കില്ല, അങ്ങനെ ഒരു നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർ തന്നാൽ മതി പറഞ്ഞാലും ഇത് തന്നെ വീണ്ടും ആവർത്തിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാലറി ചലഞ്ച് തന്നെ വേണ്ടെന്ന് വെച്ചു. പ്രതിപക്ഷം പറഞ്ഞതല്ല ചെയ്തത്. സാലറി ചലഞ്ച് വേണ്ട എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. സർക്കാർ അത് വേണ്ടെന്ന് വെക്കുകയല്ലേ ചെയ്തത്. എന്നിട്ടിപ്പോൾ പറയാണ് ഇത് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തില്ല, ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല. ഇതിൽ കൂടുതൽ എങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് ആവശ്യപ്പെട്ടത് എന്താണ്? ശമ്പളത്തിൻ്റെ ഒരു ഭാഗം താൽക്കാലികമായിട്ടൊന്ന് മാറ്റിവെക്കാം. താൽക്കാലികമായിട്ട് മാറ്റിവെക്കുന്നതിന് ഉപാധി പറഞ്ഞത് എന്ന് തിരിച്ചു കൊടുക്കുമെന്ന് പറയണം. പറയാന്ന് ഈ രോഗത്തിൻ്റെ തീവ്രത അതിനെക്കുറിച്ച് നമുക്ക് ഒരു മെയ് മാസമെങ്കിലും കഴിഞ്ഞോട്ടെ. എത്ര ലക്ഷം പേരാ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്? എന്തൊക്കെയായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി എന്ന് നമുക്ക് വല്ല തിട്ടമുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഏതായാലും 6 മാസം കൊണ്ട് 5 മാസം കൊണ്ടല്ലേ ഇതിൻ്റെ ശമ്പളം ഗഡുക്കളെടുക്കുന്നത്. അപ്പം അതിനുള്ളിൽ പറയാം എന്ന് പറഞ്ഞിട്ടും കേസിന് പോവുകയും ചെയ്തു. കോടതി ഇത് നിയമപരമല്ല, ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞത് സർക്കാർ അപ്പീൽ പോയി ചലഞ്ച് ചെയ്യാൻ പോകുന്നില്ല. കോടതി പറഞ്ഞത് സ്വീകരിച്ചു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം പരമാവധി സംരക്ഷിക്കപ്പെടണം എന്നുള്ള നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്, ഈ സർക്കാരിനുള്ളത്. അതുകൊണ്ട് ഏക്കാനിന് ചെയ്ത പോലെ ആരോടെങ്കിലും ചർച്ച ചെയ്തു ഒരു ഉത്തരവിറക്കി എടുക്കാൻ പറ്റുന്ന ആവരുത് ജീവനക്കാരുടെ അവകാശങ്ങൾ എന്ന് കോടതി പറഞ്ഞതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. അതുകൊണ്ട് കർശനമായിട്ടുള്ള ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് വലിയ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ സർക്കാരിന് ഇപ്പോഴും ശമ്പളം ആനുകൂല്യം കട്ട് ചെയ്യുന്നതിന് ഇല്ലാതാക്കുന്നതിനുള്ള അവകാശമില്ല, ഒന്ന് മാറ്റിവെക്കുന്നതിനുള്ള അവകാശം. അതും നടപടിയെടുത്താൽ 6 മാസത്തിനുള്ളിൽ എന്ന് തിരിച്ചു നൽകണം എന്ന് പറയുകയും വേണം. ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് കേരളത്തിലെ പൊതുജനാഭിപ്രായം സർക്കാർ ചെയ്തതിനോടൊപ്പമാണ് എന്ന് വളരെ വളരെ വ്യക്തമാണ്.
അപ്പോൾ സർക്കാർ ഇതിൽ ആഹ്ലാദമൊന്നുമില്ല. അതങ്ങനെ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞും ഒക്കെ സഹകരിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. എന്ത് ചെയ്യാൻ, കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നിയില്ല. അപ്പോൾ ഇതിനിടയിൽ പലതരത്തിലുള്ള നിവേദനങ്ങൾ വ്യക്തികളും സംഘടനകളും ഒക്കെ തന്നിട്ടുണ്ട്. ഇനിയും തരുമായിരിക്കും. അപ്പോൾ ഒക്കെ പരിശോധിച്ചിട്ട് ഇത് കൂടുതൽ പ്രയാസങ്ങൾ ആർക്കും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുടെ മാറ്റങ്ങൾ സർക്കാർ പിന്നെ വരുത്തും. ഇപ്പോൾ മെയ് 4-ാം തീയതി ഈ പറഞ്ഞ ഉത്തരവിൽ പറഞ്ഞ രീതിയിൽ തന്നെയാണ് സാലറി നൽകുക. ഉദാഹരണത്തിന് ചിലർക്ക് ഈ 4-1 പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിരിച്ചടവുള്ളവർക്ക് ശമ്പളം വളരെ കുറഞ്ഞു പോകും. സാധാരണ സസ്പെൻഷൻ കാലത്ത് സബ്സിസ്റ്റൻസിന് പോലും കിട്ടുന്ന നിലയില്ലാതെ വരും എന്നൊക്കെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പരിശോധിക്കാം. അതെല്ലാം പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ നിവേദനങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെ നമ്മൾ തീരുമാനങ്ങൾ പ്രയാസങ്ങൾ പരമാവധി കുറക്കുന്നത് എങ്ങനെയെന്നാണ് സർക്കാർ നോക്കുക. അതിൽ ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഹൈക്കോടതി ജഡ്ജിമാരുടെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ ശമ്പളം അത് സർക്കാർ ഈ രീതിയിൽ മാറ്റിവെക്കരുത്. സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ സാലറി വിതരണത്തിൻ്റെ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ ഈ രീതിയിൽ 6 ദിവസത്തെ കട്ട് ചെയ്യുന്നതിന് 6 ദിവസത്തെ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ജഡ്ജിമാരുടെ ശമ്പളത്തിന് ബാധകമല്ല. ഹൈക്കോടതി ജഡ്ജിമാർ ആ രീതിയിലാണ് സോഫ്റ്റ്വെയർ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാരിന് അങ്ങനെ ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഹൈക്കോടതി രജിസ്ട്രാർ പറഞ്ഞ വാദത്തെ സർക്കാർ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത് ഭരണഘടനയിലെ കൃത്യമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെടുന്നത്. അത് വേറെ അതോറിറ്റിക്കൊന്നും അത് കുറയ്ക്കുന്നതിനോ മാറ്റിവെക്കുന്നതിനോ ഭേദഗതി ചെയ്യുന്നതിനുള്ള അവകാശമില്ല എന്നത് വളരെ വ്യക്തമാണ്. സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കമില്ല. വേറൊരു ഗൗരവമായിട്ടുള്ള പ്രശ്നവും കൂടി ഞാനിവിടെ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ കുടിയേറ്റ തൊഴിലാളികളെ കുറിച്ചുള്ള നിലപാടിനെ കുറിച്ചാണ്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തങ്ങളുടെ സംസ്ഥാനത്തേക്ക് ഇവർക്ക് പോകുന്നതിന് അനുവാദം നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്, പക്ഷേ വൈദ്യസഹായമല്ല പോയിട്ട് മറ്റ് ആരോഗ്യത്തിലുള്ള ബാധ്യതയും കേന്ദ്ര സർക്കാരിലെന്നാണ്. കേന്ദ്ര സർക്കാരിനൊരു ബാധ്യതയില്ല, വൈദ്യസഹായം പോലും തരാനായിട്ടുള്ള ബാധ്യത വെക്കുന്നില്ല. ഇത് തിരുത്തിയേ പറ്റൂ നിലപാട്. എങ്ങനെ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ നിലപാടെടുക്കാൻ പറ്റും? ഇന്ത്യൻ ഭരണഘടന വായിക്കട്ടെ എന്ന്. ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ പെട്ടതാണ് അന്തർ സംസ്ഥാന തൊഴിലാളികൾ. യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ് അന്തർദേശീയ തൊഴിലാളികൾ. കുടിയേറ്റ തൊഴിലാളികൾ സംസ്ഥാന ലിസ്റ്റിലല്ല, ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിലാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ കൈയ്യഴുക? നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനമാണ്. സംസ്ഥാനങ്ങൾക്ക് വരുമാനമില്ല, പണമില്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ തരാനുള്ളത് തരുന്നില്ല. GST കോമ്പൻസേഷൻ തരുന്നില്ല, അധിക വരുമാനം തരുന്നില്ല. എന്നാൽ തങ്ങളുടെ ചുമതല പോലും സംസ്ഥാനത്തിന് ചുമല് കെട്ടിവെക്കാനുള്ള ഈ നീക്കം തിരുത്തിയേ പറ്റും. ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾക്ക് എതിരായിട്ടാണ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കൈയേറുന്നത്. ഇപ്പോൾ ഒരു പടി കൂടി കിടന്ന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം കേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള കാര്യങ്ങളുടെ ചുമതല പോലും ഞങ്ങൾക്കില്ല ഈ അടിയന്തര കാലഘട്ടത്തിൽ എന്നൊരു നിലപാട് വളരെ ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് ആരാണിതിങ്ങനെ നിർദ്ദേശം ഉണ്ടാക്കിയാലും അവരെ തിരുത്തിയേ തീരും. ഇങ്ങനെ അന്തർ സംസ്ഥാന തൊഴിലാളികൾ അവരൊന്നും സംസ്ഥാനം കൈവിടില്ല. മലയാളി എവിടെയുണ്ടോ അവിടെ കേരള സർക്കാരുണ്ടാവും.
പക്ഷേ ഓരോരുത്തർക്കും ഒരു ചുമതല ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ട്. ആ ചുമതല കേന്ദ്ര സർക്കാർ നിർവഹിക്കണം. ട്രെയിൻ വേണം, ബസ് മാത്രമേ പറ്റൂ. കൽക്കട്ടയിൽ നിന്ന് ഇവിടം വരെ ബസ് വരെ നിന്ന അത് ഇത് വളരെ വിചിത്രമായൊരു നിലപാടാണ് ഇക്കാര്യത്തിലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് ലൈനിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങളും പ്രാദേശിക സർക്കാരുകളുമാണ്. കേന്ദ്ര സർക്കാർ അവരെ സഹായിക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതിൽ മാറ്റം വരുത്തിയെത്തി. സാലറി കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്നോട് നിങ്ങൾ വേണമെങ്കിൽ എന്തും എഴുതിക്കോ, എന്നോട് ചോദിക്കുമ്പോൾ സാലറി കട്ടും പറഞ്ഞു വരും. മാറ്റിവെക്കപ്പെട്ട് അതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ കട്ട് ചെയ്യരുത്, അതിനുള്ള അധികാരം ഞങ്ങളുടെ സർക്കാരിനും വേണ്ട എന്ന് തീരുമാനം. ഇങ്ങനെ അടിയന്തര ഘട്ടം വരുമ്പോൾ എന്തെല്ലാം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു, എന്തെല്ലാം ആളുകൾ ഓരോ ഈ അടിയന്തര ഘട്ടത്തിൽ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സാവകാശം വേറൊന്നുമില്ല. 2500 കോടി രൂപ വേണം ശമ്പളം കൊടുക്കാൻ. 2000 കോടിയെ സർക്കാരിന് ആകെ മാസം വരുവാനുള്ളൂ. അതാണ് സ്ഥിതി. അത് പണ്ടില്ലാത്ത സ്ഥിതിവിശേഷമല്ല ഇന്ന് വന്നിരിക്കണു. അപ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം? അതുകൊണ്ട് ഏക്കാണ്ട് ചെയ്ത പോലെ ചെയ്യാൻ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് കേന്ദ്ര സർക്കാർ ചെയ്ത പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങൾ ചെയ്തതുപോലെ ഉദ്ദേശിക്കുന്നില്ല. വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് അത് സർക്കാർ അങ്ങ് എടുക്കുകയാണ്. ഇതങ്ങനെയല്ല, കൊടുക്കും, തിരിച്ചു കൊടുക്കും. അതെന്ന് എന്നുള്ളതും പ്രഖ്യാപിക്കും. അതുകൊണ്ട് ഇതിൽ ആ രീതിയിൽ തൊഴിലാളി വിരുദ്ധമോ ജീവനക്കാരുടെ താല്പര്യം വിരുദ്ധമായിട്ടുള്ള ഒന്നില്ല. ജീവനക്കാരും ആ അർത്ഥത്തിൽ കണ്ട് സർക്കാരുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ഭൂരിപക്ഷം ജീവനക്കാരും ആ നിലപാടാണ്. ചെറിയൊരു ആളുകൾ ഉള്ളവർ നാട്ടുകാരെന്താ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെയൊക്കെ ചാനലിൽ പലതിലൊക്കെ വോട്ടെടുപ്പൊക്കെ ഉണ്ടല്ലോ, ഒന്ന് നോക്കിയാൽ മതി. എത്ര ശതമാനം പേരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾക്ക് അംഗീകാരം നൽകുന്നതെന്ന്. അത് ചെയ്തോട്ടെ, അതൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പാടില്ല എന്നൊക്കെ ഞാൻ പറയും. അതൊക്കെയുള്ള സ്വാതന്ത്ര്യം, നിയമപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ചെയ്യാം. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുണ്ടല്ലോ സാലറി കട്ട് ചെയ്യാൻ പാടില്ലെന്ന്. അതിപ്പോൾ ഇതിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ പലരുടെയും സാലറി മാസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ മാധ്യമപ്രവർത്തകർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇല്ല, നിങ്ങൾ എന്നോട് പറയാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. മറ്റൊക്കെ നിങ്ങളുടെ സ്ഥാപനമാണ്, നിങ്ങളുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കട്ട് ചെയ്യുന്നതിനെതിരാണ്. താങ്കൾ ചോദിച്ച ചോദ്യം അല്ല, ഹൈക്കോടതിയല്ല അത്. ദുരിതാശ്വാസ ഇതിൻ്റെ പണം തുക എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ മാറ്റിവെക്കുന്ന ഈ ശമ്പളം തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ജീവനക്കാരുടെ സംഭാവനയല്ല ദുരിതാശ്വാസ നിധിയിലേക്ക്. അത് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇനിയും ചെയ്യാം വ്യക്തികളെന്നുള്ള രീതി. ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ മാറ്റിവെക്കുന്ന തുകയ്ക്ക് തുല്യമായ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് നൽകും, സംസ്ഥാന സർക്കാർ നൽകും. അത് ട്രഷറിയിൽ ഒരു പ്രത്യേക അക്കൗണ്ടായിട്ടായിരിക്കും സൂക്ഷിക്കാം, ദുരിതാശ്വാസ നിധി കീഴിൽ തന്നെ. ഇപ്പോൾ ദുരിതാശ്വാസ നിധിയുടെ എല്ലാ നിയമങ്ങളും അതിനും ബാധകമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഉള്ള തുക ഈ കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കും വിനിയോഗിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും വിനിയോഗിക്കുക. ഇപ്പം ഇന്നലെ ആദ്യത്തെ നിന്നുള്ള ചെലവിന് ഒപ്പിട്ട് കഴിഞ്ഞു. നമ്മുടെ
വീടുകളിലൊക്കെ നിൽക്കുന്ന രോഗികൾക്കൊക്കെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വരുന്നു. എന്നാൽ നമ്മുടെ മരുന്ന് സ്റ്റോക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ കുറവാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് പ്രൊക്യൂർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ആയിരിക്കും ആദ്യമായിട്ട് ഈ ഫണ്ടിൽ നിന്ന് പുറത്തു കൊടുക്കും. അപ്പം അതിനുള്ള നടപടിക്രമം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കും. ഏതായാലും ഇത് ദുരിതാശ്വാസ നിധിയുടെ ഭാഗമാണ്. അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും മാസം മാസം. പക്ഷെ ഇത് തിരിച്ചു കൊടുക്കാനുള്ള അക്കൗണ്ടിങ് ഒക്കെ ഓരോരുത്തരുടെയും കൃത്യമായിട്ട് ആരെത്ര എടുത്തു എന്നുള്ളതൊക്കെ വേണം. അതുകൊണ്ട് ട്രഷറിയിൽ തന്നെ സെപ്പറേറ്റ് അക്കൗണ്ടായിട്ടായിരിക്കും സൂക്ഷിക്കുന്നത്, പൊതു അക്കൗണ്ടിലേക്ക് പോകുന്നില്ല. 5 മാസം കൊണ്ട് 2500 കോടി രൂപ മാറ്റിവെക്കപ്പെടും പിന്നീട് കൊടുക്കാനായിട്ട്. അത് പല രീതിയിൽ കൊടുക്കാം. നല്ല കാലം വരെയാണെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തേക്കാം. അതല്ലെങ്കിൽ പി എഫിലിട്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആവശ്യമുള്ളവർക്ക് വായ്പ എടുക്കാമെന്ന് വെക്കാം. അല്ല 1-2 വർഷം കഴിഞ്ഞ് ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞാൽ വായ്പ എടുക്കുമെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇതൊക്കെ ആ 2-3 മാസം കഴിയുമ്പോൾ അറിയാം എന്താ സാധ്യത. അതനുസരിച്ച് തിരിച്ചു. കേന്ദ്ര സർക്കാരിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഈ ലോക്ക്ഡൗൺ കാലത്ത് കേരള സർക്കാരിന് അവിടെ പോയി ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ മുഖ്യമന്ത്രി നോർക്ക ഒക്കെ പരിശോധിച്ച് വേണ്ട തീരുമാനമുണ്ട്. കേരളം ഉറപ്പ് നൽകുന്നത് ആര് കേരളത്തിലേക്ക് വന്നാലും അവരെ കേരളം സ്വീകരിക്കും, സംരക്ഷിക്കും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കേരളത്തിലുണ്ട്. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വിളിക്കുന്നില്ല. ഇനിയും കത്തെഴുതാം. ശരി. ഇൻ വാട്ട് യു വാണ്ട് ഇംഗ്ലീഷ്? തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിങ്കളാഴ്ച മുതൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വിതരണം ആരംഭിക്കും. മുഖ്യമന്ത്രി ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾക്ക് ധാരണയായിട്ടുണ്ട് എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. വീണ്ടും ഷീജ ചേരുകയാണ്. ഷീജ, ധനമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിശദമായി തന്നെ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പ്രിയ, കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ എല്ലാം സർക്കാർ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ജീവനക്കാരുമായി ചർച്ച നടത്തി തന്നെയാണ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സാലറി ചാലഞ്ച് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ അത് പ്രതിപക്ഷത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാലറി ചാലഞ്ച് എന്നൊരു തീരുമാനത്തിൽ നിന്നും സർക്കാർ മാറി ചിന്തിച്ചത്. അതിന്റെ ഭാഗമായി പുതിയ തീരുമാനം സർക്കാർ കൈക്കൊണ്ടു. ഈ രീതിയിൽ 6 ദിവസത്തെ ശമ്പളം മാറ്റിവെക്കുന്നു. അത് 5 മാസത്തേക്ക് തുടരുന്നു. ഈ രീതിയിൽ 2500 കോടിയോളം രൂപ സർക്കാരിന് ലഭിക്കും. ഇത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഈ രീതിയിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത്. പക്ഷേ അതിനെതിരെയും പ്രതിപക്ഷ സംഘടനകൾ കോടതിയിൽ പോവുകയായിരുന്നു. അതിന്റെ ഭാഗമായി ഹൈക്കോടതി തന്നെ 2 മാസത്തേക്ക് സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്തു. പക്ഷേ ഈ പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം ഓർഡിനൻസിന് അംഗീകാരം നൽകിക്കൊണ്ട് അത് ഗവർണറുടെ അന്തിമ അംഗീകാരത്തിന് വേണ്ടി നൽകുകയായിരുന്നു. ഇപ്പോഴേതായാലും ഗവർണർ ഒപ്പിട്ട സാഹചര്യത്തിൽ സർക്കാർ തുടർ നടപടികൾ ആരംഭിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും തിങ്കളാഴ്ച മുതൽ, അതായത് മെയ് 4-ാം തീയതി മുതൽ തന്നെ സംസ്ഥാനത്തെ
സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഉള്ള ശമ്പള വിതരണം ആരംഭിക്കുന്നതായിരിക്കും. പക്ഷേ 6 ദിവസത്തെ ശമ്പളം അത് മാറ്റിവെക്കുന്നതായിരിക്കും. എപ്പോൾ നൽകും എന്നുള്ള കാര്യം ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തമാക്കാൻ സാധിക്കുകയില്ല. അത് സർക്കാരിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതനുസരിച്ച് അത് ഏത് രീതിയിൽ തിരികെ നൽകും എന്നുള്ളത് തുടർന്ന് പിന്നീട് വ്യക്തമാക്കുന്നതായിരിക്കും. പക്ഷേ അത് തുക തിരിച്ചു നൽകും എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. നിലവിലിപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടം ആയതുകൊണ്ടാണ് ഈ രീതിയിൽ തുക മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ട സാഹചര്യത്തിലുള്ള തുടർ നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശമ്പള വിതരണത്തിലും ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. മെയ് 4-ാം തീയതി തിങ്കളാഴ്ച മുതൽ ശമ്പള വിതരണം ആരംഭിക്കുന്നതായിരിക്കും. പക്ഷേ 6 ദിവസത്തെ ശമ്പളം അത് മാറ്റിവെക്കപ്പെടുന്നതായിരിക്കും. ഇത് ഈ രീതിയിൽ 5 മാസത്തേക്ക് തുടരുന്നതായിരിക്കും. ആ രീതിയിൽ സർക്കാരിന് 2500 കോടി രൂപ സമാഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിലുള്ള ഒരു പ്രതീക്ഷ. ആ രീതിയിൽ തുടർ പ്രവർത്തനങ്ങളുമായി അത് പ്രത്യേകം ഒരു അക്കൗണ്ട് ട്രഷറിക്ക് കീഴിൽ പ്രത്യേകമായ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും ഈ തുക നിക്ഷേപിക്കുക. തുടർന്ന് അത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. മന്ത്രിമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ശമ്പളത്തിന്റെ കാര്യത്തിൽ അത് പ്രതിമാസം 30,000 രൂപ 30% അവരുടെ ശമ്പളം പിടിക്കുന്നത്. ആ രീതിയിലാണ് നിലവിൽ ഈ ഓർഡിനൻസിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഓർഡിനൻസിന് അന്തിമ അംഗീകാരം ഗവർണർ നൽകിയിരിക്കുന്നു. ഇതോടെ സർക്കാരിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കും അതിന് തുടക്കമായിരിക്കുകയാണ്. ശമ്പള വിതരണത്തിൽ ഒരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയ, ശരി, ശമ്പളം മാറ്റിവെക്കുന്ന ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചതോടുകൂടി ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അതിനുശേഷം ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം തിങ്കളാഴ്ച മുതൽ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.